പറയാൻ കഴിയുക എന്താ വെച്ചാൽ കടയിൽ നിന്നുള്ള കളക്ഷനും കൂടി എടുക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ 10 മിനിറ്റ് കൊണ്ട് ഇവിടെ ഇപ്പോൾ കട ഫസ്റ്റ് കത്തി 10 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ കട ഒഴിവാക്കി നമ്മൾ ഈ കട നമുക്ക് അവിടെ തീ വരില്ല എന്ന് ഞങ്ങളുടെ ധാരണ. 10 മിനിറ്റ് കൊണ്ട് കോംപ്ലക്സ് ഫുള്ളായിട്ട് എല്ലാ സൈഡിലും തീ എത്തി. എങ്ങനെ എത്തിയെന്നും കൂടി പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് കടയിലെ മുതലാളിമാരൊക്കെ വളരെ മാനസികമായ വിഷമം. നമ്മൾ ഓരോരാൾ ഇന്നലെ രാത്രി വീട്ടിൽ പോയിട്ടാണ് കണ്ടത്. എല്ലാവരും നമ്മൾ 9 മണിക്ക് ഇവിടുത്തെ 10 മണിക്കൂടെ എത്തിയിട്ട് ഞങ്ങൾ ഏകദേശം നഷ്ടം വിലയിരുത്താം എന്നുള്ള ഇതിലാണ് നമ്മളുള്ളത്. ഇതിനകത്ത് ജീവൻ വലിയ അപായം ഉണ്ടായില്ല എന്നുള്ളത് മാത്രമേ നമുക്ക് ജീവനാപായങ്ങൾ ഉണ്ടായിട്ടില്ല. ആ ഒരു ആശ്വാസമാണ് നമ്മൾക്കുള്ളത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി എങ്ങനെ പോകും എന്നുള്ളതാണ് വലിയ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് നിങ്ങളെ പത്രമാധ്യമക്കാരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ കൈപിടിച്ച് നിങ്ങളടക്കം വേണം. പൊതുജനങ്ങൾ നാട്ടിലെല്ലാ പൊതുജനങ്ങളും നമ്മളോടൊപ്പം നിന്നാൽ മാത്രമേ ഇവരെ കൈപിടിച്ചു. ഇത് പറയുന്നത് ഇപ്പോൾ റിയാസ് ഉൾപ്പെടെയുള്ള വ്യാപാര ഉടമകളും അതുപോലെ വ്യാപാര വ്യവസായ സമിതി ആൾക്കാർ പറയുന്നത് വലിയ നഷ്ടം, അത് ഒരിക്കലും കണക്കാക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം, ഒപ്പം തന്നെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന്റെ സാഹചര്യം, ഇതൊക്കെ വളരെ വലുതാണ്. അത് ഒക്കെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക പാക്കേജ് തന്നെ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് വ്യാപാരികൾ പറയുന്നത്. ഇതിനൊപ്പം ഇന്ന് സ്ഥലം MLA കൂടിയായിട്ടുള്ള MP ഗോവിന്ദൻ ഉച്ചയ്ക്ക് ഇവിടെ എത്തുന്നുണ്ട്. അദ്ദേഹം 2 മണിക്ക് ശേഷം വ്യാപാരികളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഒരു യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. ഒപ്പം രാവിലെ റവന്യൂ തലത്തിൽ RDOയുടെ ഒരു പരിശോധന ഇവിടെ നടക്കും. ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആകും ഇതിനകത്ത് അദ്ദേഹം പ്രധാനമായും പരിശോധിക്കുക. അത് സംബന്ധിച്ചിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ടും RDO ഇന്ന് നൽകും. ഏതായാലും സംഭവത്തിനകത്ത് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഷോർട്ട് സർക്യൂട്ടാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് വഴിവെച്ചതെന്നാണ്. അതിന്റെ പരിശോധന കൂടി നടക്കേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇതിന്റെ ഈ രണ്ടാമത്തെ ബിൽഡിംഗ്, അതായത് ആദ്യം തീപിടുത്തമുണ്ടായ KV കോംപ്ലക്സിലുള്ള പൂർണ്ണമായിട്ടും അതിനകത്തുള്ള കടകളും കടകൾക്കകത്തുള്ള സാധനങ്ങളും പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ഇതിന്റെ മൂന്നാമത്തെ നിലയിലാണ് ഷാലിമാർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുള്ളത്. അത് വലിയ ഹോൾസെയിൽ കടയാണ്. സ്റ്റീൽ പാത്രങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നതാണ്. അതിനകത്ത് ആകെ ബാക്കിയായത് ഈ സ്റ്റീൽ പാത്രങ്ങൾ മാത്രമാണ്. ബാക്കി അതിന്റെ ഇന്റീരിയർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. ജീവനപായം ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ് ഈ തളിപ്പറമ്പിന് ഇന്നലെ ഉണ്ടായ ദുരന്തത്തിൽ ആകെയുള്ള ഒരു ആശ്വാസം. ബാക്കി മുന്നോട്ടുള്ള ജീവിതം നഷ്ടപ്പെട്ട ധാരാളം പേർ, തൊഴിലാളികൾ, ഉടമകൾ, നിക്ഷേപകർ, അങ്ങനെ വലിയൊരു വിഭാഗത്തിന്റെ കണ്ണീരാണ് ഇന്നലെ തളിപ്പറമ്പിൽ ഉണ്ടായിരിക്കുന്നത്.